ശ്രീവേദ. ഭദ്ര ആ പെൺകുട്ടിയെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച്, ഞാനും മോളുടെ അമ്മ തന്നെയാ. അവൾ ഒന്നുകൂടി ആ മാറിലേക്ക് പറ്റിച്ചേർന്ന് നിന്നു. തനിക്ക് നഷ്ടപ്പെട്ട അമ്മയുടെ മാറിൻ ചൂട് അനുഭവിച്ചതുപോലെ അതിലേക്ക് ഒന്നുകൂടി അവൾ ഒതുങ്ങിക്കൂടി. ഇതെല്ലാം കണ്ടു നിന്ന് കിച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തൂക്കി. കിച്ചുവിനെ തന്നെ നോക്കി നിന്ന നന്ദയെ കണ്ടതും കിച്ചു പെട്ടെന്ന് തന്നെ നന്ദയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും നന്ദയുടെ അരികിലായി ചെന്ന് സ്ഥാനം ഉറപ്പിച്ച് നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ 3 പേരും എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ മകളെ പെണ്ണ് കാണാൻ വന്നതാണ് ഞാൻ. പക്ഷേ എന്തോ എനിക്ക് ഇവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉപരി എനിക്കൊരു അനുജത്തിയുണ്ട്. അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നെന്ന് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവളെ അവളായി ഉൾക്കൊള്ളാൻ നന്ദയേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഇവൾക്ക് സാധിച്ചെന്നിരിക്കും. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, അവൾ അവരോടായി പറഞ്ഞു. അതിന് താൻ എന്തിനാണോ ക്ഷമ ചോദിക്കുന്നത്? താൻ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ്. എൻ്റെ നന്ദയേക്കാൾ എനിക്ക് സന്തോഷം തോന്നുന്നു അവൾക്ക് താനൊരു ജീവിതം കൊടുക്കുന്നതിൽ. എൻ്റെ നന്ദയേക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ട്. അവളുടെ കുസൃതിയും കുറുമ്പും ആ കണ്ണുകളിൽ നിന്നും മാഞ്ഞിട്ട് എത്രയോ നാളുകളായി. ഒരിക്കലെങ്കിലും അവൾക്ക് ഒരു നേരത്തെ ആഹാരം നേരാച്ചുകഴിഞ്ഞ് എനിക്ക് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ആ സ്ത്രീയെ പേടിച്ചാണ് ഞങ്ങൾ ആരും അങ്ങോട്ട് പോവാത്തത്. ഈ കുഞ്ഞ് അവിടെ കിടന്ന് കരയുന്നത് കണ്ടാൽ പോലും ചെവികൾ കൊട്ടിയടിച്ചായിരുന്നു ഞങ്ങൾ ഇവിടെ ജീവിച്ചത്. പക്ഷേ ഇന്നു മുതൽ ഞങ്ങൾക്ക് സമാധാനത്തെ, അവളുടെ കാര്യം യാതൊരു വിഷമവുമില്ലാതെ ഞങ്ങൾക്ക് മനസമാധാനത്തെ മനസുഖത്തോടെ ഇവിടെ കിടന്നുറങ്ങാം. അവളെക്കുറിച്ച് ആലോചിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങളുടെ ഉള്ളിൽ തീയാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ മകളാടോ ഇത്. അവൾക്കൊരു നല്ല ജീവിതം കിട്ടുന്നത് കാണുമ്പോൾ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? എൻ്റെ മകൾക്ക് കിട്ടാത്തതിലോ? അവളും എൻ്റെ മകളാ. അവൾക്ക് കിട്ടിയാൽ ഞാൻ സന്തോഷിക്കത്തേ ഉള്ളൂ. താൻ ആ ഒരു കാര്യത്തിൽ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. കിച്ചു നന്ദയ്ക്ക് നേരെ തിരിഞ്ഞ്, അവൾ എൻ്റെ കുഞ്ഞനുജത്തിയാ. അതുകൊണ്ട് എന്നോടും ഒന്നും പറയണ്ട. അവൾ ഇത്രത്തോളമൊക്കെ അനുഭവിച്ചില്ലേ, ഇനിയെങ്കിലും എൻ്റെ അനുജത്തിക്കുട്ടിയുടെ കണ്ണ് നിറയ്ക്കാതെ നോക്കിയാൽ മതി. ആ ഒരു വാക്ക് മാത്രം എനിക്ക് മതി. നന്ദ അതും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ എല്ലാവരെയും ഒന്ന് ചിരിച്ച് നോക്കിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് നിന്ന്, ഇവൾ എൻ്റെ ഭാര്യയെ എൻ്റെ വീട്ടിൽ കാണും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഇവളെ കാണാം. അതുപോലെ നിങ്ങൾ വിളിച്ചാൽ ഇവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്യാം. എന്താവശ്യത്തിനും നിങ്ങളുടെ മകനായി തന്നെ എന്നെ കാണാം. എങ്കിൽ ശരി, ഞങ്ങൾ ഇറങ്ങുകയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവർ 4 പേരും അവിടെ നിന്നും ഇറങ്ങി. ആ പെൺകുട്ടി എന്തെന്നില്ലാത്തൊരു പരിഭ്രമമുണ്ട്. താൻ ഇന്നോളം കണ്ടിട്ടില്ല, പക്ഷെ തന്നെ അവിടെ നിന്നും രക്ഷിച്ചു എന്ന് ഒരു കടപ്പാട്. അമ്മ, അവൾ ഭദ്രയെ ഒന്ന് വിളിച്ചു. അമ്മ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുവന്ന്? അല്പം മടിയോടെ തന്നെ അവൾ ചോദിച്ചു. അതെന്താ മോളെ, ഇതുവരെ പറഞ്ഞത് കേട്ടില്ലേ? വേണ്ട അമ്മ, ഈ ചേട്ടൻ്റെ ജീവിതവും കൂടെ എന്തിനാ ഇല്ലാതാകുന്നത്? എന്നെ കണ്ടതോടെ എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അച്ഛനെയും. പിന്നെ ജീവിതം മൊത്തം ദുരിതം. എന്നോട് ചേരുന്ന എല്ലാം ദുരിതം അനുഭവിക്കേണ്ടി വരും അമ്മ. അതുകൊണ്ട് അത് വേണ്ട. ഈ ഏട്ടന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അമ്മയായിട്ട് തന്നെ കൊടുത്താൽ മതി. ഞാൻ അമ്മയുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഒരു വേലക്കാരിയായി താമസിച്ചോളാം. അവിടെ നിന്ന് രക്ഷിച്ചില്ലേ, അത്രയും തന്നെ വലിയ കാര്യം. ഒരു നേരത്തെ ആഹാരമെങ്കിലും തന്നാൽ മതി. ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പണമോ വസ്ത്രമോ ഒന്നും എനിക്ക് വേണ്ട. നേരെ ചൊവ്വേ ഒരു നേരമെങ്കിലും എനിക്ക് ആഹാരം തന്നാൽ മതി. അവളുടെ കണ്ണുകൾ നിറച്ച് അവളുടെ സംസാരം കേട്ട് ഭദ്രയുടെ ഉള്ളൊന്ന് പൊടിഞ്ഞു. ഇതിന് മറുപടി തരേണ്ടവൻ ദാ ഈ മുന്നിൽ ഇന്ന് കാർ ഓട്ടിക്കുന്നവനാ. അതുകൊണ്ട് നിനക്കുള്ള മറുപടി അവൻ തന്നേക്കും. കിച്ചു, എന്താച്ചാ? അല്ല, ഇവളെ ഇങ്ങനെ അങ്ങ് വീട്ടിലോട്ട് കൊണ്ടുപോയാൽ അത് ശരിയാവില്ല. പിന്നെ അവളെ ഇപ്പോൾ തൽക്കാലം വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തിയതിന് ശേഷം താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയാൽ പോരെ? അവൾ എൻ്റെ ഒപ്പം എൻ്റെ കൂടെ ജീവിക്കാനാ, അല്ലാതെ അവളെ മാറ്റി നിർത്താൻ വേണ്ടി അല്ലച്ചാ ഞാൻ അവളെ എൻ്റെ കൂടെ കൂട്ടിയത്. അപ്പോഴും പിറകിൽ ഭദ്രയും വൈഗയുമായി സംസാരത്തിലായിരുന്നു. വൈഗയുടെ പേരും അവളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും അവളുടെ ആഗ്രഹങ്ങളും എല്ലാം ഈ നിമിഷ നേരം കൊണ്ട് ഭദ്ര ചോദിച്ചറിഞ്ഞിരുന്നു. അവൾക്ക് ഒരു ടീച്ചറാവാനാണ് ആഗ്രഹം. അവളുടെ അമ്മയ്ക്കൊരു ടീച്ചറാവാൻ സാധിക്കാത്തത് അച്ഛൻ അവളോട് പറഞ്ഞിട്ടുണ്ടത്രേ.
മരിക്കുന്നതിന് മുമ്പും അച്ഛൻ അവളോട് പറഞ്ഞ ഒരൊറ്റ കാര്യം ഇത് മാത്രമായിരുന്നു: പഠിച്ച് ഒരു ജോലി വാങ്ങണം, അതും അമ്മയുടെ ആഗ്രഹം പോലെ ഒരു ടീച്ചർ തന്നെ ആകണമെന്നായിരുന്നു അത്രേ. എന്നാൽ തൻ്റെ അപ്പച്ചി പഠനത്തിൽ നല്ല മികവ് പുലർത്തിയിരുന്ന തന്നെ പിന്നീട് പഠിക്കാൻ വിട്ടില്ല. അവർ അവളെ അടുക്കളയിൽ തന്നെ തളച്ചു കൂട്ടിയത്രേ. പാവം ഒരുപാട് അനുഭവിച്ചു. നേരെ ചൊവ്വ ആഹാരം പോലും ആ പാവത്തിന് കിട്ടിയിരുന്നില്ല. കിച്ചു അച്ഛനോട് സംസാരിച്ചിരുന്നു എങ്കിലും പിറകിൽ തന്നെയായിരുന്നു അവൻ്റെ ശ്രദ്ധ. അതിനിടയിൽ തന്നെ ഭദ്ര ഇവരുടെ സംസാരം ശ്രദ്ധിച്ചു. കിച്ചു, എന്താമ്മ? നീ നേരെ ഹരിയുടെ വീട്ടിലേക്കൊന്ന് വണ്ടി വിട്ടേ. എന്തിനാ? എനിക്ക് രാധാമണി ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ ശരി. അതും പറഞ്ഞുകൊണ്ട് കിച്ചു നേരെ ഹരിയുടെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. അവിടെ ചെന്നിറങ്ങിയ രാധാമണി വൈകിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഉമ്മറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടോണ്ടാണ് രാധാമണി ഉമ്മറത്തേക്ക് വന്നത്. ഭദ്ര ഒരു പെൺകുട്ടിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി വരുന്നതും അത് ആരാണെന്ന അർത്ഥത്തിൽ ഭദ്രയെ തന്നെ ഒന്ന് ഉറ്റുനോക്കി. പറയാടോ, താൻ വാ. പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം രാധാമണിയോട് പറഞ്ഞു. രാധാമണി എല്ലാം കേട്ടതിന് ശേഷം, ഇപ്പോൾ ഞാൻ എന്ത് വേണം? അതോ, എൻ്റെ കിച്ചു ഇവളെ താലി കെട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വരെ താൻ ഇവളെ ഇവിടെ ഒന്ന് നിർത്തണം. പറ്റുമോ? അതെന്ത് ചോദ്യമാടോ? ഈ പൊന്നുമോളെ കണ്ട ആർക്കാടോ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞ്? അത്ര പൊന്നല്ലേ ഇവളെ? കണ്ടാൽ തന്നെ അറിയാം ഒരു പാവമാണെന്ന്. അവർ വാത്സല്യത്തോടെ അവളുടെ മുഖത്തൊന്ന് തലോടി. താൻ ഇത്രയും നാൾ തനിക്ക് ആരുമില്ല എന്ന രീതിയിൽ താൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പോൾ തനിക്ക് ഒരുപാട് ബന്ധുക്കൾ, അതും കിച്ചേട്ടൻ തന്നെ വിവാഹം കഴിക്കുന്നു എന്നൊരൊറ്റ വാക്കിൻ്റെ പുറത്താണ് തനിക്ക് ഈ കിട്ടിയ ബന്ധങ്ങളും ഈ സ്നേഹവും എല്ലാം. അവൾക്ക് കിച്ചുവിനോട് എന്തെന്നില്ലാത്തൊരു ബഹുമാനം തോന്നി. ഇത്രയും വലിയ മനസ്സിനുടമയായതുകൊണ്ട് മാത്രമാണ് തന്നെ ആ കാരാഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കൂട്ടത്തിൽ ഒരു ജീവിതം കൂടി തന്നു ആ വലിയ മനുഷ്യൻ. അവൾ കിച്ചുവിനെക്കുറിച്ച് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഭദ്ര അവളുടെ കൈ പിടിച്ചത്. അവൾ ഒന്ന് ഞെട്ടി ഭദ്രയെ നോക്കി. എന്താണ് വൈകക്കുട്ടി ഇത്രയും ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ലമ്മ, ഞങ്ങൾക്കറിയാം എന്താണ് ആലോചിക്കുന്നത്. കിച്ചുവിനെ കുറിച്ചല്ലേ ആലോചിച്ച്? ഒരു കുറുമ്പോടെ ഭദ്ര അവളോട് ചോദിച്ചു. അതെ അമ്മ, കിച്ചുവേട്ടനെ കുറിച്ച് തന്നെ ആലോചിച്ചത്. എനിക്ക് ഒരു ജീവിതം തരാനും അവിടെ നിന്നും എന്നെ രക്ഷിക്കാനും കാട്ടിയ വലിയ മനസ്സിനോട് എങ്ങനെ ഞാൻ നന്ദി പറയും? നന്ദിയൊക്കെ പറയാൻ ഒരുപാട് സമയമുണ്ട് വൈക. ഈ ഒരു ആയുസ് മുഴുവൻ കിടക്കുമല്ലേ നിനക്ക് നന്ദി പറയാനും എന്നെ സ്നേഹിക്കാനും എന്നോട് കാണിക്കേണ്ട കടപ്പാട് കാണിക്കാനുമൊക്കെ. ആ ഒരു സമയത്ത് കാട്ടിയാൽ മതി, പോരെ? അമ്മ, നമുക്ക് പോവാം. വേദമോൾ ഒറ്റയ്ക്കാ. വൈകി ഇപ്പം രാധാമണി അമ്മ നോക്കിക്കോളുമല്ലോ. അമ്മ, ഹരിയോട് പറഞ്ഞേക്ക്, ഞാൻ വൈകുന്നേരം വന്ന് കണ്ടോളാം. ഓ, അങ്ങനെ ആയിക്കോട്ടെ. എന്താ അമ്മ? ഓ, വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളെയൊക്കെ വന്നൊന്ന് കാണാൻ പോലും നിനക്ക് സമയമില്ലല്ലോ അല്ലേ? ഇപ്പോൾ ഈ ഒരു ആവശ്യം ഉള്ളത് കൊണ്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്. പോ അമ്മ, ഞാൻ അങ്ങനെ ഒന്നുമല്ല. ഞാൻ അല്ല എങ്കിലും ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് എൻ്റെ രാധാമണി കൊച്ചിനെ കാണാൻ വരാനിരുന്നതാ. നീ അതൊന്നും പറയണ്ട. നീ ഹരിയെ കാണാൻ വരാമെന്നും പറഞ്ഞല്ലേ? അതിൻ്റെ ഒപ്പം ഈ വയസ്സെന്ന വൃദ്ധയെ കൂടെ കാണാം. ആര് വയസ്സെന്ന്? ഇപ്പോഴും കണ്ട സ്വീറ്റ് 17 അല്ലേ? നമ്മുടെ ഹരിയോടൊന്ന് ചോദിക്കണം രണ്ടാമത് ഈ രാധാമണി കൊച്ചിനെ കല്യാണം കഴിച്ച് വിടുന്നുണ്ടോ എന്ന്. ഒന്ന് പോടാ ചെറുക്ക, കുറുമ്പ് പറയാതെ. ഇവരുടെ സംസാരം എല്ലാം കേട്ട് വൈകയും ഭദ്രയും അവരെ തന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. എങ്കിൽ രാധാമണി കൊച്ചേ, വൈകുന്നേരം ഞാൻ വരാം. ഇങ്ങോട്ട് വരണ്ട. അതെന്തേ ഇങ്ങോട്ട് വരുന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞതാ ഇവളെ കൈ പിടിച്ച് ഞങ്ങൾ തന്നതിന് ശേഷം ഇവളുമായി വന്നാൽ മതി. പോ രാധാമണി കൊച്ചേ, ഞാൻ വരും. നീ ഇങ്ങോട്ട് നിൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. നിൻ്റെ കൂടെ അവളെ അവിടെ നിർത്താൻ വയ്യാത്തതുകൊണ്ടല്ലേ ഇവരിവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. നിന്നെ അത്ര വിശ്വാസമില്ല ഇവർക്ക്. അവൻ ഭദ്രയെ ഒന്ന് നോക്കി. ആണോ അമ്മേ? എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. അതേ എന്ന അർത്ഥത്തിൽ ഭദ്രയും തല കാട്ടി. അമ്മ, ഞാൻ അത്രയാണോ അമ്മ? അവൻ ഒരു കുറുമ്പോടെ തന്നെ കുഞ്ഞു പിള്ളേരെ പോലെ ഭദ്രയോട് ചോദിച്ചു. എൻ്റെ പൊന്നു ചെക്ക, നിന്നെ ചുമ്മാതെ വട്ടാക്കും അവള്, അല്ലാതെ വേറെ ഒന്നുമില്ല. യോ, ഞാൻ മറന്നു. എന്തെന്നർത്ഥത്തിൽ രാധാമണി ഭദ്രയെ നോക്കി. പപ്പേട്ടൻ വണ്ടിയിലിരിക്കുക. പുള്ളിക്കാരൻ വണ്ടിയിൽ നിന്ന് മുഷിച്ച് കാണും. എങ്കിൽ ഞാൻ പോട്ടെ. ചിലപ്പോൾ ദേഷിക്കും. ഓ, പല്ല് കുഴഞ്ഞ സിംഹമായി ഇപ്പോൾ.
അച്ഛൻ. അതുകൊണ്ട് കൂടുതൽ ദേഷിക്കാനോ ഒന്നിനും വരില്ല. എൻ്റെ ഭദ്രക്കുട്ടി പേടിക്കാതെ അങ്ങോട്ട് നടക്കും. ശരി, ഈ പിള്ളേർ രണ്ടും കൂടെ എന്തൊക്കെയാ ആ മനുഷ്യനോട് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എൻ്റെ രാധാമണി. ആ മനുഷ്യൻ എപ്പോഴും ചങ്ക് പൊട്ടുന്നതെന്നും അറിയത്തില്ല. ഇന്ന് തന്നെ ഇവൻ ഇത്തിരി കുറുമ്പ് കൂടുതലാണ് പറഞ്ഞത്. അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്ന അർത്ഥത്തില ആ മനുഷ്യൻ പറഞ്ഞത്. ഇവൻ അതിന് അങ്ങേറത്താല ചാടി പറിച്ചില്ലെന്നേ ഉള്ളൂ. വേണം, ചെയ്ത തെറ്റ് എന്താണെന്ന് തിരിച്ചറിയണം. ഇനിയും ബന്ധുക്കളും മിത്രങ്ങളും സഹോദരങ്ങളും പറയുന്നതനുസരിച്ച് തുള്ളാൻ നിൽക്കാതെ സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ നോക്കട്ടെ. പ്രായം ഇത്രയൊക്കെ ഇനി ഞങ്ങൾ മാത്രമേ കാണൂ, എന്തിനും ഏതിനും. അല്ലാതെ സഹോദരങ്ങളും അയൽപ്പക്കക്കാരും മിത്രങ്ങളും ഒന്നും കാണത്തില്ല. എന്ത് വന്നാലും താങ്ങാൻ ഞങ്ങൾ ഇരുവരുടെയും കയ്യേ കാണൂ. അതാലോചിക്കാതെ ഞങ്ങളുടെ സന്തോഷത്തിന് കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് അച്ഛൻ്റെ സന്തോഷം കാട്ടിയത് ഇനിയും പറയണോ അമ്മ? എൻ്റെ പൊന്നു കിച്ചു, മതി. അങ്ങേർക്കൊരബദ്ധം പറ്റി. ശരിയാ, അബദ്ധമാണോ? വേദമോടെ ജീവിതം വെച്ച് കളിച്ചതോ? അമ്മയ്ക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു അതൊരു അബദ്ധമാണെന്ന്? അന്ന് അതിന് സമ്മതിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഈ രാധാമണി അമ്മയുടെ കൂടെ എൻ്റെ പെങ്ങളും ചിരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാമായിരുന്നു. അമ്മ മറന്നുപോയോ? അത് പറഞ്ഞതും ഭദ്ര തിരിഞ്ഞ് രാധാമണിയെ നോക്കി. അവരുടെ മുഖത്ത് നിരാശയായിരുന്നു. അവർക്കും വേദമോളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഹരിയുടെ ഭാര്യയായി അവൾ വരണമെന്നും അവരും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ പത്മനാഭൻ തരില്ല എന്നറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അയാളുടെ അടുത്ത് ചെന്ന് വേദമോളെ ഹരിക്ക് വേണ്ടി ചോദിച്ചത്. അന്ന് അയാൾ പറഞ്ഞ വാക്കുകൾ ഇന്നും ആ അമ്മയുടെ മനസ്സിലുണ്ട്. പക്ഷെ ആ അമ്മയുടെ മനസ്സ് നോവിച്ചത് കൊണ്ടായിരിക്കും അയാൾ ഇന്ന് നീറുന്നത് തൻ്റെ മകളെ ആലോചിച്ച്. ഇന്ന് അയാൾക്കറിയാം തൻ്റെ മോൾ എത്രത്തോളം ഹരിയെ ആഗ്രഹിച്ചിരുന്നുവെന്ന്. അവർ മൂവരും പോയതിനു ശേഷവും രാധാമണി ചിന്തയിൽ തന്നെയായിരുന്നു. വൈക രാധാമണിയുടെ അടുത്ത് എന്ന് ഒന്ന് വിളിച്ചു. രാധാമണി ഓർമ്മകളിൽ നിന്നും ഞെട്ടി ഉണർന്ന് അവളെ നോക്കി. എന്താ മോളെ? ഒന്നുമില്ല. അമ്മ എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അമ്മ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ഉണ്ടോ? എൻ്റെ മോൾ ഇവിടെ ഒന്നും ചെയ്യണ്ട, എനിക്കിവിടെ ചെയ്യാവുന്ന ജോലികളേ ഉള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് അവർ വൈകയെ ഒന്ന് ശ്രദ്ധിച്ചത്. അടി കൊണ്ട് ദേഹം ആസകലം മുറിവാണ്. മോള് പെട്ടെന്ന് പോയൊന്ന് കുളിച്ച് ഫ്രഷായി വന്നേ. ഈ മുറിവിലൊക്കെ അമ്മ മരുന്ന് വെച്ച് തരാം. അവരുടെ അമ്മ എന്നുള്ള പ്രയോഗം അവളുടെ കണ്ണുകൾ വീണ്ടും ഈറനണിയിച്ചു. എന്താ മോളെ, വേദനയുണ്ടോ? ഇല്ലമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഞാൻ പോയി ഫ്രഷായിട്ട് വരാം. ഫ്രഷായി ഇറങ്ങിയപ്പോഴാണ് തനിക്ക് വേറെ ഡ്രസ്സുകളൊന്നും ഇല്ല എന്ന് വേദ ഓർക്കുന്നത്. അപ്പോഴാണ് കട്ടിലിരിക്കുന്ന ഒരു കവർ അവൾ ശ്രദ്ധിച്ചത്. അവൾ പെട്ടെന്ന് ചെന്ന് ആ കവർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ജോഡി ഡ്രസ്സായിരുന്നു. അവൾ അത് മാറ്റി ആ ഡ്രസ്സും ഇട്ടുകൊണ്ട് രാധാമണിയുടെ അടുത്തേക്ക് നിന്നു. ഇതാരുടെ അമ്മ? അത് വേദമോക്ക് വേണ്ടി ഹരി വാങ്ങി വെച്ചിരുന്നതാ. ഇപ്പോഴവളില്ലല്ലോ, അതുകൊണ്ട് മോളിട്ടോ. അതും പറഞ്ഞ് അവർ അങ്ങോട്ട് തിരിഞ്ഞതും, അമ്മ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എനിക്കറിയാം മോൾ വേദയെക്കുറിച്ച് ചോദിക്കാനാണെന്ന്. അവളുടെ ജീവിതത്തിൽ എന്താ അമ്മ സംഭവിച്ചത്? അങ്ങും ഇങ്ങും എത്താതെ കാറിലിരുന്നും അവർ സംസാരിക്കുന്നത് കേട്ടു. അതുകൂടാതെ അച്ഛനെ കുറ്റപ്പെടുത്തി പറയുന്നതും കേട്ടു. എന്താ കാര്യം? ഇപ്പോഴും പറയുന്നത് കേട്ടു. അമ്മയാണെങ്കിൽ എന്തൊക്കെ ആലോചിച്ച് നിൽക്കുന്നതും കണ്ടു. എന്താ അമ്മ, പറയാൻ പറ്റുമെങ്കിൽ പറയാമ്മ. പറയാതിരിക്കാനും മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഹരിക്ക് വേദമോളെന്ന് വെച്ച ജീവനായിരുന്നു. അവർ രണ്ടുപേരും 3-4 കൊല്ലം പ്രണയിച്ചവരുമാണ്. കിച്ചുവിൻ്റെ അറിവോടുകൂടി തന്നെയായിരുന്നു അവർ പ്രണയിച്ചതും. പക്ഷേ ആ കാറിലിരുന്ന മനുഷ്യനിലെ പത്മനാഭൻ, അയാളുടെ ഒരാളുടെ എടുത്തുചാട്ടം കൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ ജീവിതം ഇല്ലാതായത്. അതിനിപ്പോൾ വേദയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? അവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത്? ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടത് എല്ലാം ഈ ഒരൊറ്റ കൊല്ലം കൊണ്ട്, വിവാഹത്തിന് ശേഷമുള്ള ആ ഒരൊറ്റ കൊല്ലം കൊണ്ട് അവൾ അനുഭവിച്ചു കഴിഞ്ഞു. അത് എന്താ അമ്മ? അവളെ മാനസികമായും ശാരീരികമായും അവൻ ഒരുപാട് ഉപദ്രവിച്ചു. ഒരു ഗവൺമെൻറ് ജോലിക്കാരന് ഉപരിയായി നല്ല ഒരു സമ്പന്നൻ. അത് മാത്രമാണ് പത്മനാഭൻ നോക്കിയത്. തൻ്റെ മോളുടെ ജീവിതം സേഫാകുമല്ലോ. എന്നാൽ തൻ്റെ മോളെ പൊന്നുപോലെ ജീവനായി പ്രാണനായി കൊണ്ടു നടക്കുന്ന ഒരുത്തനെ അല്ല നോക്കിയത്. സമ്പത്തും ഒരു ഗവൺമെൻറ് ജോലിയും മാത്രം നോക്കിയാണ് അവളെ അവന് കെട്ടിച്ചു കൊടുത്തത്. കെട്ടിക്കൊണ്ടുവന്ന് അന്ന് രാത്രി തൊട്ട് തുടങ്ങിയത് ആ കുഞ്ഞിൻ്റെ കഷ്ടകാലം. രാത്രിയിൽ അവളുടെ സമ്മതം പോലുമില്ലാതെ അവളുടെ ശരീരത്തിൽ അവൻ കടന്നു പിടിച്ച് അവളെ ഉപദ്രവിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അതുതന്നെ പതിവായിരുന്നു. പാവം കുഞ്ഞ്
ഇതൊക്കെ പുറത്തെങ്ങനെ പറയും? അതുമാത്രമല്ല, ദാമ്പത്യ ജീവിതം ഇങ്ങനെ ആയിരിക്കുമെന്ന് ആ പൊട്ടി വിചാരിച്ചത്രേ. ദേഹം ആസകലം മുറിവുമായി ഒന്നനങ്ങാനോ ഒന്ന് നടക്കാനോ പോലും വയ്യാത്ത അവസ്ഥയിൽ വരെ ആ വീട്ടിലെ സകല ജോലിയും ആ കുഞ്ഞു ചെയ്തു. അന്നേരം അയാളുടെ വീട്ടിൽ വേറെ ആരുമില്ലേ? അച്ഛനും അമ്മയും കുഞ്ഞിലേ മരിച്ചുപോയി. അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് വേറെ സഹായത്തിനെങ്ങും ആരുമില്ലായിരുന്നു. 3 മാസം കഴിഞ്ഞിട്ടും വേദ ഗർഭിണിയാവാത്തതിൽ അവൾക്കെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവളെ കാണുന്ന ഹോസ്പിറ്റലിലെല്ലാം കയറ്റി ഇറക്കി ചെക്കപ്പും. അങ്ങനെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇനി ചെയ്യാൻ ടെസ്റ്റുകളൊന്നുമില്ല. അതിനോടൊപ്പം അവൻ അശ്ലീല വീഡിയോകൾ കണ്ട് അവളെ അതുപോലെ തന്നെ ഉപദ്രവിക്കുന്നു. അത് ചെയ്യാൻ വിസമ്മതം കാട്ടിയാൽ ആ കുഞ്ഞിനെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങളെല്ലാം മാറ്റി ബെൽറ്റ് കൊണ്ട് ക്രൂരമായ അടി, മർദ്ദനം, ചവിട്ട്, എന്തെല്ലാം രീതിയിൽ അതിന് നൽകാവുന്ന ശിക്ഷകളെല്ലാം കൊടുക്കാം. അതൊക്കെ പിന്നീടോ മെൻസസ് ആവുന്ന ദിവസങ്ങളിലാണെങ്കിൽ അവൻ്റെ ക്രൂരമായ ലീലാവിലാസങ്ങൾ വേറെ. അതുകൂടാതോ അതേ ദിവസങ്ങളിൽ പുറത്തുനിന്നും സ്ത്രീകളുമായി വീട്ടിൽ വന്ന് വേറെ ലീലാവിലാസങ്ങൾ. ചില ദിവസങ്ങളിൽ വീട്ടിൽ വരാതെയായി. മെൻസസ് ആകുന്ന ദിവസങ്ങളിൽ മറ്റ് സ്ത്രീകളോടൊപ്പം അവരുടെ വസതിയിലായിരിക്കും ഇവൻ. ഭർത്താക്കന്മാർ ഗൾഫിലുള്ള സ്ത്രീകളാണ് കൂടുതലും അവൻ നോട്ടമിടുന്നത്. ഇയാളെയൊക്കെ എന്ത് ചെയ്യാനാ? അത് വേദ ചോദ്യം ചെയ്തില്ല അമ്മ. ചോദ്യം ചെയ്തപ്പോഴല്ലേ 6 മാസം ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ അവൻ ആ കുട്ടിയെ ഉപദ്രവിച്ചതും ഒരു ചവിട്ട് കൊടുത്തതും. ആ ചവിട്ടിൽ അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞങ്ങ് മരിച്ചുപോയി. അതുമാത്രവുമല്ല, അവൾക്ക് ഹെവി ബ്ലീഡിങ്ങുമായിരുന്നു. അവളെ തിരിച്ച് കിട്ടില്ലെന്ന് തന്നെയായിരുന്നു ഡോക്ടർമാർ വിധി എഴുതിയത്. എന്നാൽ അത്ഭുതകരമായി അവൾ ജീവിതത്തിലേക്ക് വന്നു. ഒരുപാട് നാളത്തെ ട്രീറ്റ്മെൻറ്റ്, കൗൺസിലിംഗ് എല്ലാത്തിനും ശേഷമാണ് വേദ ഇപ്പോൾ കാണുന്ന പഴയ വേദയായി മാറിയത്. രാധാമണി പറഞ്ഞു നിർത്തിയത് വളരെ ആകാംക്ഷയോടെ തന്നെ വൈക. അപ്പോൾ വേദയെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് കടത്തിവിട്ട് ആ ദുഷ്ടന് ഒരു ശിക്ഷയും ദൈവം കൊടുത്തില്ല അമ്മ. കൊടുത്തല്ലോ. വേദ ഹോസ്പിറ്റലിലായി പിറ്റേന്ന് തന്നെ അവൻ്റെ വീട്ടിൽ ആരൊക്കെ കയറി അവനെ അടിച്ച് അവശനാക്കി കൈയും കാലും ഒടിച്ച് കൂട്ടത്തിൽ അവൻ്റെ നട്ടെല്ലും കൂടി അവർ ചവിട്ടി ഓടിച്ചിരുന്നു. അവനിപ്പോൾ ഫുൾ ഡേ ബെഡിൽ തന്നെയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോയിട്ട് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിലും അവൻ ആ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. അവനെ നോക്കി അവരുടെ അപ്പച്ചിയും മാമനും തന്നെ കുഴഞ്ഞു. പിന്നീട് അതുമാത്രവുമല്ല, അയാൾ ബെഡിലായ സമയത്ത് വേദമോളെ തിരിച്ചു കൊണ്ടുപോകാൻ അവർ വന്നിരുന്നു. ഇത്രയൊക്കെ ഉപദ്രവിച്ച് അവളെ ഇനി കിച്ചു വിട്ടുകൊടുക്കുവോ? വേണമെങ്കിൽ വേറെ ആരെങ്കിലും നോക്കാൻ പറഞ്ഞ് കിച്ചു അവരെ അവിടുന്ന് ആട്ടി ഓട്ടിച്ചു. ഇനി മേലാൽ വേദയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറയുകയും അവർ തമ്മിലുള്ള ബന്ധം വേർതിരിക്കുകയും ചെയ്തു. ഇപ്പോൾ വേദമോള് പഠിച്ചുകൊണ്ടിരിക്കുക. ആ ദുഷ്ടൻ അല്ലെങ്കിലും അങ്ങനെ തന്നെ വേണം. അവൻ അവിടെ കിടന്ന് നരകിക്കണം. ദുഷ്ടൻ. ദൈവം ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ്. എന്തായാലും അവന് കിട്ടിയല്ലോ, സമാധാനമായി. പാവം വേദ എന്തെല്ലാം ഒന്നും അല്ല മോളെ. പക്ഷെ അവൾ ഒന്നും അങ്ങോട്ട് വിട്ടാരോടും പറയുന്നില്ല. ഒരു സ്ത്രീയായി ഇത്രയും തന്നെ കേട്ട് നിൽക്കാൻ നമുക്ക് സഹിച്ചില്ല. അതെല്ലാം അനുഭവിച്ച വേദയുടെ അവസ്ഥ എന്തായിരിക്കും? ശരിയാ അമ്മ പറഞ്ഞത്. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ക്രൂരത ചെയ്യുന്നവരുണ്ടല്ലോ എന്ന് തന്നെ ഞാൻ ആലോചിച്ചത്. എന്നാലും ആ അച്ഛൻ എന്തോ ആലോചിച്ചിട്ടായിരിക്കും ഇതുപോലൊരു ക്രൂരൻ്റെ കയ്യിൽ കെട്ടിച്ച് കൊടുത്തു വിട്ടത്. എന്ത് പറയാനാ? ചില അച്ഛൻ്റെ അമ്മയുടെയൊക്കെ എടുത്തിയാട്ടം കൊണ്ട് പെൺമക്കളുടെ ജീവിതം തന്നെ ഇങ്ങനെയൊക്കെ ഹോമിക്കുന്നത്. അവർക്ക് അന്നേരത്തെ ഒരു സമാധാനം. പെൺമക്കൾ വീട്ടിൽ നിൽക്കുമ്പം അവരൊരു ബുദ്ധിമുട്ട്, അവരൊരു ബാധ്യതയായിട്ട് തന്നെ. എന്നാൽ പെൺമക്കളെ ബാധ്യതയല്ലാതെ ഒന്ന് കണ്ടു നോക്ക്. നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോട്ടിച്ചാൽ തന്നെ അറിയാം. മിക്ക രക്ഷിതാക്കളെയും സ്വന്തം പെൺമക്കൾ തന്നെയാണ് നോക്കുന്നത്. ആൺമക്കൾക്ക് നോക്കുന്നതിനൊരു പരിധിയുണ്ട്. കയറി വരുന്ന പെൺകുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ആൺമക്കൾക്ക് അവരുടെ ആ രക്ഷിതാക്കളെ ഒന്ന് നോക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ സാധിക്കൂ. ഇല്ലാത്ത പക്ഷം അവരെ കൊണ്ടൊന്ന് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കേണ്ടി വരും. അത് തന്നെ ഒരു പ്രധാന ഉദാഹരണമല്ലേ? വൃദ്ധസദനങ്ങൾ ഒരുപാട് ഇപ്പോൾ തന്നെ ഉയരുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ സംസാരിക്കാനേ പറ്റൂ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. മോള് വാ. അത്രയും പറഞ്ഞുകൊണ്ട് അവരിരുവരും അടുക്കളയിൽ ചെന്ന് ചെറിയ ചെറിയ ജോലികൾ ചെയ്തു കൊടുത്തുകൊണ്ട് വേദ രാധാമണിയെ സഹായിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് ഉമ്മറത്ത് നിന്നും, അമ്മ ഒരു ഗ്ലാസ് വെള്ളം.
മോൾ ഈ വെള്ളം കൊണ്ടുവന്ന് ഹരിക്ക് കൊടുത്തിട്ട് വാ. വെള്ളവുമായി ഉമ്മറത്തേക്ക് ചെന്ന വൈക കാണുന്നത് ഉമ്മറത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ. ഏകദേശം കിച്ചുവിൻ്റെ പ്രായം തന്നെ വരും. നല്ല കോലൻ മുടിയും വെളുത്ത നിറവും റോസ് ചുണ്ടുകളും അത്യാവശ്യം മീശയും താടിയും നല്ല അധ്വാനശീലമുണ്ടെന്നറിയിക്കത്തക്ക രീതിയിലുള്ള നല്ല ഫിറ്റായ ബോഡിയും. ആളൊരു കൊച്ചു സുന്ദരൻ തന്നെ. ഇനി വേദയെ കൂടി കാണണം. എങ്ങനെ ഈ മാഷിനെ വളച്ച് കുപ്പിയിലാക്കിയെന്ന് കൂടി അറിയണ്ടേ. എന്തായാലും മോശമാകില്ല വേദ. അവൾ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ച് ഹരിയുടെ അടുത്തേക്ക് ചെന്ന് വെള്ളം നീട്ടി. വൈകയല്ലേ? അതെ, എങ്ങനെ അറിയാം ഹരിയേട്ടന്? തൻ്റെ പ്രാണസഖി ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് എന്ന് കിച്ചു എന്നോട് വന്ന് പറഞ്ഞു. കിച്ചേട്ടൻ വന്നിരുന്നു കാണാൻ? ഓ വന്നിരുന്നു. അമ്മയെ കൊണ്ടുവന്ന് വീട്ടിലിറക്കിയതും അവൻ എന്നെ കാണാൻ പാടത്തെത്തിയിരുന്നു. ആഹാ, അവളെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്നും കുറച്ച് ദിവസം ഇവിടെ കാണുമെന്നും വിവാഹം കഴിക്കുമ്പോൾ കൈ പിടിച്ച് എന്നെ ഏൽപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രാണസഖിയെ കാണാൻ. എന്തൊക്കെ സംസാരിക്കണമെന്നൊക്കെ. ഹരിയുടെ സംസാരം അതിൻ്റെ ഇടയ്ക്കൂടുള്ള പ്രാണസഖി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വൈകിക്ക് എന്തെന്നില്ലാത്തൊരു ജാള്യത തോന്നി. എന്താക്കി ഹരിയേട്ട ഇങ്ങനെ പ്രാണസഖി എന്നൊക്കെ പറയുന്നേ? പിന്നെ അവൻ ഈ നിമിഷം കൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ കയറി പറ്റിയ ആളല്ലേ. പിന്നെ പ്രാണസഖി എന്നല്ലാതെ എന്തു പറയാനാ? ഒന്ന് പോ ഹരിയേട്ട, കളിയാക്കാതെ. കിച്ചേട്ടൻ നേരാ ചൊവ്വ എന്നെ ഒന്ന് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. പിന്നെ അതും പറഞ്ഞ് അവൾ തിരിഞ്ഞപ്പോഴാണ് ഹരി അവളുടെ കയ്യിൽ പിടിച്ചത്. ഇതെന്താ വൈക നിൻ്റെ ദേഹത്തൊക്കെ? അത് സുഹൃത്ത് പറഞ്ഞില്ലേ എപ്പോഴും ഏത് സാഹചര്യത്തിലാണ് എന്നെ സംരക്ഷിച്ച് കൊണ്ടുവന്നേന്ന്. അവരടിച്ച അടിയാണോ ഇതെല്ലാം? ഇത് മാത്രമല്ലടാ, അവളുടെ കാലിലും കയ്യിലും എല്ലാം ഉണ്ട്. പുറത്തുമൊക്കെ അടിച്ച് എല്ലാത്തിലും മരുന്നുമൊക്കെ വെച്ച് കൊടുത്തിട്ട് നിർത്തിയേക്കുക. ദേഹമാസകലം ചിലയിടത്തൊക്കെയാണ് ചട്ടും പഴിപ്പിച്ച് വെച്ചേക്കുന്ന പാടാ. രാധാമണി അങ്ങോട്ട് വന്ന് പറഞ്ഞു. ഇവരെ പോലുള്ളവരെയൊക്കെ എന്തോ ചെയ്യണോ അമ്മേ? എനിക്കാണെങ്കിൽ ഒരു അനിയത്തി ഇല്ലാത്ത വിഷമമായിരുന്നു. എന്തായാലും വേണ്ടിയില്ല, ഇപ്പോൾ ഒരു അനിയത്തി കിട്ടിയല്ലോ. ഇനി എൻ്റെ മോളെ ഒരു നുള്ളി നോവിക്കാൻ പോയിട്ട് ഒരു തരി മണ്ണ് പോലും ഇടാൻ അവരൊന്ന് വിറയ്ക്കും. എന്തായാലും കിച്ചു ഒന്ന് വരട്ടെ. വിവാഹം ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഞാൻ അവരെ പോയി ഒന്ന് കാണുന്നുണ്ട്. എന്തിന്? അവൾ അല്പം വെപ്രാളത്തോട് ചോദിച്ചു. അവരെ വിവാഹം വിളിക്കണ്ടേ? വിവാഹത്തിന് വരണം. പിന്നെ നിന്നെ ഉപദ്രവിച്ചതിന് അവർക്ക് ഒന്ന് കണക്കും എനിക്ക് ചോദിക്കണം. എന്ത് കണക്ക്? എൻ്റെ അനുജത്തിയുടെ നേരെ കൈ ഉയർത്തിയ ആളുടെ കൈ ഞാൻ വെച്ചേക്കണോ? എന്തായാലും ഞാൻ കണക്ക് ചോദിക്കും. ഇനി ആര് പറഞ്ഞാലും ഞാൻ ചോദിക്കും. അതും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറി ഫ്രഷായി തിരിച്ചു വന്നപ്പോഴേക്കും അമ്മയും മോളും കൂടി ഡൈനിങ് ഏരിയ ഫുൾ ആഹാരം വിളമ്പി വെച്ച് അവർ ഇരുവരും ഹരിക്ക് അപ്പുറവും ഇപ്പുറവുമായി ഇരുന്നു. ഹരി ആഹാരം വാരി കഴിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഉരുള വാരി അവൾക്ക് നേരെ നീട്ടി. അമ്മയും അത് കണ്ട് ഒന്ന് ചിരിച്ചു. വാങ്ങിച്ചോ? അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് തന്നെ അത് വാങ്ങി. ഇനി എന്തിനാടോ കരയുന്നേ? എനിക്ക് ആരും ഇല്ലാത്തതല്ലേ. ഇതാദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന സ്നേഹ നിറഞ്ഞ. അത്രയും പറഞ്ഞത് അവളുടെ ശബ്ദമൊന്നിടറി. ഇതിനി പതിവാക്കട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്നും എഴുന്നേറ്റ് അവളെ പിടിച്ച് ഹരിയുടെയും അമ്മയുടെയും ഇടയിലുള്ള കസേരയിലിരുത്തി. അതിനുശേഷം അവർ ഇരുവരും തന്നെ അവൾക്ക് വാരിക്കൊടുത്തു. അവൾക്ക് അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. തന്നെ സ്നേഹം കൊണ്ട് മൂടുന്ന ഒരു ഏട്ടനെ അമ്മയും തന്നതിൽ ദൈവത്തോട് അവൾ നന്ദി പറഞ്ഞു. വൈകുന്നേരം കിച്ചു വന്നു. അവളെ കണ്ട് അവളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവളുടെ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്ന് തിരക്കിയപ്പോൾ അത് സ്കൂളിൽ തന്നെയാണ്. അവൾ ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. അവളുമായി പിറ്റേന്ന് തന്നെ അവർ പഠിച്ച സ്കൂളിൽ ചെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് വേദ പഠിക്കുന്ന അതേ കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. വേദ ഇടയ്ക്ക് വെച്ച് പഠനം മുറിഞ്ഞതുകൊണ്ട് അവൾ ഇപ്പോൾ വീണ്ടും ഫസ്റ്റ് ഇയർ തൊട്ടാണ് ക്ലാസ്സിന് പോയി തുടങ്ങിയിരിക്കുന്നത്. അതേ കോളേജിൽ അതേ ക്ലാസ്സിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതേ കോളേജിൽ തന്നെ അവൾക്കും അഡ്മിഷൻ എടുത്തു. വിവാഹത്തിന് ശേഷം രണ്ടുപേരും കൂടി ഒന്നിച്ചു പൊക്കോട്ടെ. അത് ശരിയാണെന്ന് ഹരിക്കും തോന്നി. അതേ കോളേജിൽ കൊണ്ടുപോയി അവൾക്ക് അഡ്മിഷൻ എടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ശരവേഗത്തിൽ തന്നെ
ഇതിനിടയിൽ തന്നെ ഹരിയും കിച്ചുവും കൂടി വേദയുടെ അപ്പച്ചിയെ പോയി വിവാഹം വിളിച്ചു. അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൈയോടെ കൊടുത്തു. കൂട്ടത്തിൽ അവരുടെ മകൾക്കും കൊടുത്തു ഒരെണ്ണം. അത് ഹരിയായിരുന്നു കൊടുത്തത്. എന്തെന്നർത്ഥത്തിൽ അവൾ നോക്കിയതും, ഒരു രാത്രി കാമുകനെ വിളിച്ചു വരുത്തിയിട്ട് നീ എന്തുവാ പറഞ്ഞത്? എൻ്റെ വൈകമോൾ അവനെ വിളിച്ചു വരുത്തിയതും വീട്ടിനകത്ത് കയറ്റുന്നു. എൻ്റെ മോൾ ആ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. അതിന് നിൻ്റെ ഈ പെരട്ടത്തള എന്ത് ചെയ്ത്? അവളുടെ കാലിൽ ചട്ടുവം പഴിപ്പിച്ചു വെച്ചു, അതല്ലേ? അതെവിടായിരുന്നു യഥാർത്ഥത്തിൽ വെക്കണ്ട? നിൻ്റെ കാലിൽ. സ്വന്തം കാമുകനെ വരെ മറ്റൊരുത്തിക്ക് വിട്ടുകൊടുത്ത നിന്നെയൊക്കെ എന്ത് ധൈര്യത്തിലാവൻ പ്രണയിക്കുന്നത്? ഛീ! അത്രയും പറഞ്ഞുകൊണ്ട് അവർ ഇരുവരും അവിടെ നിന്നും ഇറങ്ങി. ഈ ദിവസത്തിനുള്ളിൽ തന്നെ കിച്ചും വൈകയും ഒരുപാട് അടുത്തിരുന്നു. അവർ രണ്ടുപേരും ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇതിനിടയിൽ തന്നെ കിച്ചുൻ്റെയും വൈകയുടെയും വിവാഹം കഴിഞ്ഞ് വൈകയും വലിയ കൂട്ടുകാരായി. അവർ ഇരുവരും ഒന്നിച്ചായി ഇപ്പോൾ കോളേജിൽ പോക്കും വരവുമൊക്കെ. അങ്ങനെ ഇരിക്കെയാണ് വേദയെ മുറിവേൽപ്പിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത വന്നത്. ഹരിയുടെ വിവാഹം ഉറപ്പിച്ചു. നിശ്ചയം ഏറ്റവും അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നത്രേ. വിവാഹപ്പെണ്ണ് മറ്റാരുമല്ല, അവൻ്റെ അമ്മാവൻ്റെ മകൾ തന്നെയാണ്. അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഹരി വിവാഹത്തിന് സമ്മതിച്ചു. ചെറിയ രീതിയിൽ ഒരു നിശ്ചയം നടന്നു. അതും തലമൂത്ത അത്യാവശ്യം ഒഴിയാൻ പറ്റാത്ത ബന്ധുക്കളെ മാത്രം വിളിച്ചുകൂട്ടി. എല്ലാവരെയും വിളിച്ച് നാടൊക്കെ അറിഞ്ഞ് വിവാഹം നടത്താം എന്ന് രാധാമണി അഭിപ്രായം പറഞ്ഞതോടെ അവരുടെ സഹോദരനും അതിനോട് യോജിച്ചു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. നാളെയാണ് ഹരിയുടെ വിവാഹം. എന്നാൽ വേദയിലുണ്ടായ ഓരോ മാറ്റവും വൈക അറിഞ്ഞിരുന്നു. വൈക അവളെ ശ്രദ്ധിച്ചിരുന്നു. കിച്ചു വിളിക്കുമ്പോഴൊക്കെ വൈകയിലുണ്ടായ മാറ്റം അവൾ പറഞ്ഞിരുന്നു. എങ്കിലും അത് കാര്യമാക്കിയില്ല കിച്ചു. കാരണം അവന് വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പും ആ പെൺകുട്ടി സമ്മതമെന്ന് പറയുന്നതിന് മുമ്പും കിച്ചു അവളെ വിളിച്ചിരുന്നു. ഹരിയെ വിവാഹം കഴിക്കാൻ താല്പര്യമാണോ എന്ന് ഒരു ചോദ്യവും അവൾ ചോദിച്ചിരുന്നു. എന്നാൽ താൻ ഹരിക്ക് യോജിച്ചവളല്ല എന്ന് സ്വയം വിലയിരുത്തി അവൾ പിന്മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കിച്ചു അതിന് വലിയ താല്പര്യം കൊടുത്തില്ല അത് കേൾക്കാനും. കിച്ചേട്ടനോടല്ലേ ഞാൻ പറഞ്ഞത് വേദയുടെ കാര്യം? എൻ്റെ വൈക, നിനക്ക് നിൻ്റെ കാര്യവും അമ്മയുടെ അച്ഛൻ്റെയും കാര്യം പറയാനില്ലേ? വേദയോട് ഈ ഒരു കാര്യം ഞാൻ സംസാരിച്ചത്. അന്ന് അവൾ എന്നോട് എന്താ പറഞ്ഞതെന്ന് നിനക്കറിയാമോ വൈക? അവൾ ഹരിക്ക് യോജിച്ചവളല്ല എന്ന്. ഞാൻ ഒരുപാടൊക്കെ അവളോട് സംസാരിച്ച്, എന്നിട്ടും ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എൻ്റെ കിച്ചേട്ടാ, അവളോട് പറയേണ്ട രീതിയിൽ പറയണ്ടേ? ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെ പറയണമെന്നാണ് നീ പറയുന്നേ? ഞാൻ അവളോട് പറഞ്ഞ ഒരൊറ്റ കാര്യം നീ ഒന്ന് കേട്ടു നോക്ക്. ഞാൻ അവളോട് തന്നെ പറഞ്ഞു, നമ്മുടെ ശരീരത്ത് ഒരു പേപ്പട്ടി കടിച്ചാൽ നമ്മുടെ ശരീരം മുഴുവൻ ആ വിഷം എല്ലായിടവും ബാധിക്കാതിരിക്കാൻ നമ്മൾ വാക്സിൻ എടുക്കും. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും കറക്റ്റായി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആവും. അതേ അവസ്ഥ തന്നെയല്ലേ അവളുടെ ശരീരത്തും. ഒരു പേപ്പട്ടി കയറി മേഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ അതിന് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്തു. ഇപ്പോൾ അവളുടെ ശരീരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നല്ലാതെ ഏതെങ്കിലും ഒരു രീതിയിൽ അവൾ പഴയ വേദ അല്ലെന്ന് ഞങ്ങൾക്കാർക്കും ഇന്നോളം തോന്നിയിട്ടില്ല. അതുമാത്രവുമല്ല, ഹരി ഒരിക്കലും അവളുടെ ശരീരം കണ്ടല്ല അവളെ സ്നേഹിച്ചത്, മനസ്സുകൊണ്ടാണ്. അത് അവൾക്കും അറിയാം. പിന്നെ എന്തർത്ഥത്തിൻ്റെ കീഴിലാടി അവൾ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്? പിന്നെ ഇനി അവളുടെ കാര്യം എന്നോട് സംസാരിക്കല്ലേ. ഈ ഒരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട. ചുമ്മാ എന്നെ ദേഷ്യം പിടിക്കും. ഞാൻ ഈ വിളിക്കുന്ന കോളും കൂടെ ഇല്ലാതാക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. കിച്ചു അല്പം ദേഷ്യത്തോടെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അല്ലേ ഈ മനുഷ്യൻ ഇപ്പോൾ എന്നോട് ദേഷിക്കുന്ന എന്തിനാ? അവൾ പറഞ്ഞത് കേൾക്കാത്തതിന്. ആർക്കറിയാം, ചേട്ടനും അനിയത്തിയും കണക്കാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൾ പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും പുറത്തിറങ്ങിയതും കണ്ണുകൾ നിറച്ചുകൊണ്ട് നിൽക്കുന്ന വേദയാണ് അവൾ കണ്ടത്. വൈക ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി ഡോറടച്ചു. എന്താ വേദ? അത് ഏട്ടത്തി. വേദ അവളെ ഏട്ടത്തി എന്ന് വിളിച്ചാൽ നിനക്ക് നിൻ്റെ കൂട്ടുകാരിയായ വൈകയായിട്ട് തന്നെ എന്നോട് സംസാരിക്കാം. വൈക, എനിക്ക് പറ്റുന്നില്ലടി ഹരിയേട്ടനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ. ഇത് നിന്നോട് അന്നേ കിച്ചു ചോദിച്ചതല്ലേ? പിന്നെ നീ എന്തിനാ അന്ന് വേണ്ടാത്തതെല്ലാം പറഞ്ഞത്? അന്ന് എന്നെ കൊണ്ടാകുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം ഹരിയേട്ടനെ മറക്കാം. പക്ഷെ ഇന്ന് എന്നെ കൊണ്ടാകുന്നില്ല. അതാ കാര്യം മോളെ. ഇപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ നിൽക്കില്ല. എല്ലാം കൈവിട്ടു പോയി. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അത്രയും പറഞ്ഞ് അവളെ ഒന്ന് ആശ്വസിപ്പിച്ചു. എന്നാലും വൈക,
ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൾ അവളുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു. എന്തായാലും വേണ്ടിയില്ല, മറ്റന്നാളിലെ കല്യാണത്തിന് പോകണം. അത് നേരിട്ട് കണ്ട് എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും അത് മനസ്സിലാക്കി കൊടുക്കണം. ഹരിയേട്ടൻ എൻ്റേതല്ല എന്ന്. അതിന് ഹരിയേട്ടൻ്റെ വിവാഹത്തിന് പോയേ പറ്റൂ എന്ന് വൈഗയോട് വേദ പറഞ്ഞു. അതിന് കൊണ്ടുപോകാം, നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് വൈഗ വേദയ്ക്ക് ഉറപ്പും നൽകി. ഹരിയുടെ വിവാഹത്തിന് ഉടുക്കാനായി പുതിയൊരു സാരി വേദ വാങ്ങിയിരുന്നു. വൈഗയും അതുപോലെ ഒരു സാരി വാങ്ങി ഇരുവരും വളരെ സുന്ദരികളായിട്ടാണ് ഹരിയുടെ വിവാഹത്തിന് പോയത്. എങ്കിലും വേദയുടെ മനസ്സിൽ എവിടെയൊക്കെ ചെറിയൊരു നീറ്റലും ഉണ്ടായിരുന്നു. അവർ ഇരുവരും വിവാഹ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ വിവാഹ മണ്ഡപത്തിൽ പുതുവരനായിരിക്കുന്ന ഹരിയെ കണ്ടതും അവൾ അവനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അത് ഹരി കണ്ടിരുന്നു. ഹരി അവളെ മൈൻഡ് ചെയ്തില്ല. വേദയും വൈഗയും ഫ്രണ്ട് സീറ്റിൽ തന്നെ വന്നിരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ട് തിരുമേനി പറഞ്ഞു, പെൺകുട്ടിയെ വിളിക്കൂ. പെൺകുട്ടിയുടെ റൂമിൽ ചെന്നപ്പോൾ അവിടെ ഒരു ലെറ്റർ മാത്രം. ഹരിയേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെ ഒരു വേഷം കെട്ടി എല്ലാവരുടെ മുമ്പിൽ ഹാസ്യ കഥാപാത്രമാക്കിയതിൽ. എനിക്ക് ഒരാളെ മനസ്സിൽ വെച്ച് മറ്റൊരാളുടെ താലി സ്വീകരിക്കാൻ എന്നെക്കൊണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുടെ ഒപ്പം ഞാൻ ജീവിക്കാൻ പോകുന്നു. അത്രയും പറഞ്ഞു നിർത്തിയതും അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. ഇപ്പോഴെല്ലാവർക്കും സമാധാനമായോ? എന്നെ ഇങ്ങനെ ഒരു കോമാളി വേഷം കെട്ടിച്ചപ്പോൾ അവൻ തിരിഞ്ഞ് അമ്മയുടെ അതീവ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. എന്തായാലും എന്നെ ഈ വിവാഹവേഷം കെട്ടിച്ചതല്ലേ അമ്മ. എന്തായാലും ഞാൻ ഇവിടുന്ന് വിവാഹം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ദേഷ്യത്തിൽ പടിയിറങ്ങി വേദയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈ പിടിച്ച് നേരെ മണ്ഡപത്തിലേക്ക് കയറി. മണ്ഡപത്തിൽ കൊണ്ടുപോയി അവളെ ഇരുത്തി നിമിഷ നേരം കൊണ്ട് തന്നെ അവളുടെ കഴുത്തിൽ താലിയും ചേർത്തി സീമന്തരേഖയിൽ സിന്ദൂരവും തൊട്ടു ഹരി. നിമിഷ നേരം കൊണ്ട് എല്ലാം കഴിഞ്ഞതുകൊണ്ട് വേദയ്ക്കൊന്ന് എതിർക്കാനോ ഒന്ന് സംസാരിക്കാനോ കഴിഞ്ഞില്ല. അവൻ അവളെ നോക്കി ഒന്ന് കണ്ണടച്ചൊന്ന് ചിരിച്ചു കാട്ടി. വേദ അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുക. ഹരിയേട്ടാ, എന്താ ഈ കാട്ടിയേ? ഞാൻ രണ്ടാമത് നീ ഒന്നും പറഞ്ഞ. നീ എന്താ പറയാൻ വരുന്നതെന്നും നീ എന്താണ് കിച്ചുവിനോട് പറഞ്ഞതും എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ താലിയും സ്വീകരിച്ച് എൻ്റെ സിന്ദൂരം തൊട്ട് ഇനി തൊട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ രാധാമണിയുടെ കൂടെ താമസിക്കാം കേട്ടോ. അവളുടെ ചെള്ളയിൽ ഒന്ന് തലോടി നേറുകയിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവൻ അവളെയും അവിടെ നിന്നും പിടിച്ച് എഴുന്നേൽപ്പിച്ച് രാധാമണിയുടെ അടുത്ത് ചെന്ന്, അമ്മ, ഞാൻ ഈ കാട്ടിയത് അവിവേകമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഒരാളെ ഉള്ളിൽ വെച്ച് മറ്റൊരാളെ താലി ചാർത്തി ജീവിക്കാൻ എന്നെക്കൊണ്ടും ആകില്ല. വേദ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്കും അറിയാമല്ലോ. ഇവളെ വിട്ട് കളയാനോ ഇവളെ കൂടെ കൂട്ടാതിരിക്കാനോ എന്നെക്കൊണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്ക് പൂർണ്ണ സമ്മതം. വേദമോൾക്കല്ലേ നിന്നെ വേണ്ടാന്ന് പറഞ്ഞേ? അമ്മ, അത് എനിക്കറിയാം നിൻ്റെ വിഷമവും കാര്യങ്ങളും. ഞാനും ഈ ഒരു സാഹചര്യം കടന്നു പോയവളല്ലേ, അതുകൊണ്ട്. പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്. ഇവൻ്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ച് വേണ്ടാന്ന് വെച്ചതല്ല. ആ മനുഷ്യൻ കൊതി തീരാതെ എന്നെ വിട്ടുപോയതാ. അതേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് മോൾ അതിലൊന്നും വിഷമിക്കേണ്ട. മോൾ സന്തോഷത്തോടെ എൻ്റെ ഹരിയുടെ പെണ്ണായി എൻ്റെ വീട്ടിൽ വന്നാൽ മതി. ഇതേ സമയമാണ് വൈഗയുടെ കയ്യിൽ നിന്ന് ഫോൺ റിങ് ചെയ്തത്. വൈഗ ഫോണിലേക്ക് നോക്കിയപ്പോൾ കിച്ചു ആയിരുന്നു. കിച്ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ വൈഗ. കിച്ചു അവളെ വിഷ് ചെയ്തു. എൻ്റെ ബർത്ത്ഡേ? അവളൊന്ന് ആലോചിച്ചു. എൻ്റെ വൈഗക്കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റല്ലേ ഞാൻ അവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എനിക്കറിയാം. ഞാനും കിച്ചുവും കൂടെ പ്ലാൻ ചെയ്തതാ. ആ പെൺകുട്ടി എന്നെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഹരിയെ പറഞ്ഞ് ഏൽപ്പിക്കണമെന്ന്. ഞങ്ങൾ രണ്ടും തന്നെ അവൾക്ക് അവിടുന്ന് ചാടാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തത്. എടാ ദുഷ്ട, എന്നിട്ട് ഒരു വാക്ക് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ ഇന്ന് അവളെയും കൂട്ടി അവിടെ വരുമായിരുന്നോ? ഇല്ലല്ലോ. നീ ഇത് അതുപോലെ ചെന്ന് ആ കുരുത്തങ്കട്ടോടെ ചെവി പറഞ്ഞു കൊടുക്കും. അവൾ പിന്നെ ഇതെല്ലാം കുളവാക്കി കഴിത്തരും. ഇതിപ്പോൾ നൈസായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു. എൻ്റെ വൈഗ ആഗ്രഹിച്ചതുപോലെ ഹരിയും വേദയും ഒന്നിക്കുകയും ചെയ്തില്ലേ. പിന്നെ ഇതിൽ വലിയൊരു ഗിഫ്റ്റ് എന്ത് വേണം? മൈ സ്വീറ്റ് ഹാപ്പി. എന്തായാലും എൻ്റെ മനസ്സറിഞ്ഞതുപോലെ എല്ലാം ചെയ്തല്ലോ.
ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും നാളാവുന്നു, ഇതുവരെ വേദ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇനിയെങ്കിലും എനിക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. എൻ്റെ മോള് ഇതുപോലെ ഒരുപാട് അനുഭവിച്ചതാ വൈക. അതുകൊണ്ട് ആ വേദനയ്ക്കൊക്കെ ഒടുവിൽ അവൾക്ക് കിട്ടിയ സന്തോഷം അവൻ്റെ ഹരി. അതുകൊണ്ട് ഇനി ആ നിനക്ക് കാണാം മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് ചിരിക്കുന്നതും സന്തോഷിക്കുകയും കളിയും ചിരിയുമായി പാറി പറന്ന് നടക്കുന്ന എൻ്റെ വേദയെ കാണാം. ഞങ്ങളുടെ എല്ലാം പഴയ വേദ, സ്ത്രീയുടെ മാത്രം കൃഷ്ണ. വൈക എന്താ കിച്ചേട്ടാ, നിനക്ക് ഞാൻ ഒരു കാഴ്ച കൂടി കാട്ടിത്തരട്ടെ. എന്താ? നീ ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് എഴുന്നേറ്റിട്ട് ആ ഓഡിറ്റോറിയം ഫുള്ളൊന്ന് സ്കാൻ ചെയ്തൊന്ന് പെട്ടെന്ന്. എന്താ? ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും നമ്മുടെ പത്മനാഭൻ സാറുണ്ടോയെന്ന് ഒന്ന് നോക്കിയേ. അച്ഛനോ? അച്ഛൻ വീട്ടിലല്ലേ? നീ നോക്കടി ഞാൻ പറഞ്ഞത്. ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. കണ്ണുകൾ നിറച്ച് ചുണ്ടിലൊരു കള്ളച്ചിരിയുമായി സ്റ്റേജിലേക്ക് നോക്കിയിരിക്കുന്ന പത്മനാഭൻ സാർ ഒന്ന് നോക്കിയേ. വൈക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഓഡിറ്റോറിയം ഫുൾ ഒന്ന് സ്കാൻ ചെയ്തു. പറഞ്ഞത് ശരിയാ, പത്മനാഭൻ സാർ അവിടെ തന്നെയുണ്ട്. സ്റ്റേജിലേക്ക് നോക്കി കണ്ണുകൾ നിറച്ച് ഒരു ചെറു ചിരിയുമായി. കിച്ചേട്ടാ ഉണ്ട്. ആ പെണ്ണിനെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകാനും അവളുടെ ചെറുക്കൻ്റെ അടുത്ത് എത്തിക്കാനും ആരാ ഹെൽപ്പ് ചെയ്തേ? നമ്മുടെ പത്മനാഭൻ സാറ് തന്നെ. അച്ഛനോ? അവൾ അല്പം അത്ഭുതത്തോടെ തന്നെ വെച്ചു. അതേ. ഇതൊക്കെ കിച്ചേട്ടൻ എങ്ങനെ അറിയാം? ആ പെണ്ണ് കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഒരങ്കിളാണെന്നും പത്മനാഭൻ പേരെന്നും എല്ലാം പറഞ്ഞു. ഫുൾ സപ്പോർട്ടോടു കൂടി കൂടെ നിന്നതും ആത്മഹത്യ ചെയ്യാൻ പോയവൾക്ക് വഴി പറഞ്ഞു കൊടുത്തതും എല്ലാം നമ്മുടെ അച്ഛൻ തന്നെ. അതുവഴിയാണ് അവൾ വന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തതുമെല്ലാം. പക്ഷേ അത് കുറച്ച് മുമ്പാണെന്ന് മാത്രമേ ഉള്ളൂ പുള്ളിക്കാരി ഞങ്ങളെ അറിയിച്ചത്. അമ്പട അച്ഛാ, സ്വന്തം മോടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഇത്രയൊക്കെ കുരുട്ട് ബുദ്ധി കയ്യിലുണ്ടായിരുന്നോ? ഒരു പാവമാടി എൻ്റെ അച്ഛൻ. ഓ കേട്ടില്ല. വന്ന അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്ന ആ മനുഷ്യനെ കുത്തി നോവിക്കാൻ കിട്ടുന്ന ഒരവസരവും കളയാതെ ആ മനുഷ്യനെ കരയിക്കുന്നത്. ഇപ്പം പാവമെന്ന് തോന്നിയത്. അത് പിന്നെ അച്ഛൻ ചെയ്തതിൻ്റെ ഓർക്കുമ്പം വല്ലാതെ ഉള്ളി തികട്ടി വരും. അന്നേരം അച്ഛൻ ഓരോന്ന് പറയുമ്പോൾ തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവും വരത്തില്ല. നാവ് കിടന്നങ്ങ് ചൊറിയും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് പറയുന്ന വരെ അങ്ങ് ശ്വാസം മുട്ടലായിരിക്കും. അതുകൊണ്ട് അറിയാതെ അങ്ങ് പറയുന്നത്. ആന്ന് നിങ്ങൾക്ക് ഭയങ്കര നാക്കിന് ചൊറിച്ചില്ല. അത് നിനക്കറിയാമല്ലോ. എന്തോന്ന്? അല്ല വൃത്തിയോടൊക്കെ പറയാതെ മനുഷ്യ പോ എഴുന്നേറ്റ്. ഞാനതിനൊന്നും പറഞ്ഞില്ല. നീ എന്താ ആലോചിച്ച? ഞാനൊന്നും ആലോചിച്ചില്ല. എന്താ വൈകാ നീ ആലോചിക്കുന്നത്? ഇത് പകലല്ലേ, രാത്രിയിലല്ലേ നമുക്ക് നമ്മുടെ റൊമാൻസ്. നിങ്ങൾ വെച്ചേ, ഞാൻ ഫോൺ വെക്കാൻ പോവാ. ശരി എങ്കിൽ വൈകുന്നേരം വിളിക്കാം. എന്തിന്? എനിക്ക് വിളിക്കണ്ടേ? വേണ്ട. വിളിക്കും, ഞാൻ വിളിക്കും. ഫോൺ എടുത്തില്ലെങ്കിൽ അടുത്ത ട്രെയിൻ ഞാൻ കയറും. പിന്നെ നിങ്ങൾ പറയുമ്പം നിങ്ങൾക്ക് ലീവ് എടുത്ത് തരാൻ മിലിറ്ററിയിലിരിക്കുന്ന നിങ്ങളുടെ അമ്മായിയപ്പനല്ലയോ ചോദിക്കുമ്പോൾ ലീവ് തരാൻ? ഒന്ന് പോകാൻ മനുഷ്യ, ചുമ്മാ തെള്ളി മറിക്കാതെ. നിനക്ക് കാണണോടി, നീ എന്നെ വാശി പിടിപ്പിച്ചാൽ ഞാൻ വരും, പറഞ്ഞേക്കാം. എൻ്റെ പൊന്നെ, എനിക്കൊന്നും കാണണ്ട. അങ്ങനെ പറയരുത്. എന്തോന്ന്? അല്ല ഒന്നും കാണണ്ടാന്ന്. എൻ്റെ പൊന്നെ, ഈ മനുഷ്യൻ്റെ വായിൽ വൃത്തിയേടല്ലാതെ ഒന്നും വരത്തില്ല. നിങ്ങൾ ഫോൺ വെച്ചേ. ഞാൻ എന്തായാലും പെണ്ണിനെയും ചെറുക്കനെയൊക്കെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് പിന്നെ അവരുടെ വീട്ടിലേക്ക് പോകാൻ എൻ്റെ ഭദ്രയും കൂട്ടി ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അത്രയും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്ത് നേരെ സ്റ്റേജിൽ കയറി. സ്ത്രീയുടെ സ്വന്തം കൃഷ്ണയ്ക്ക് ഇപ്പോൾ സന്തോഷമാണോ? അപ്പോഴാണ് തൻ്റെ പഴയ പേരുകളും എല്ലാം അവൾ ഓർത്തെടുക്കുന്നത്. അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഈ ചിരിക്ക് വോൾട്ടേജ് പോരാലോ വേദ. അല്പം കൂടി സന്തോഷിക്കൂ, ഉള്ളറിഞ്ഞ് സന്തോഷിക്കൂ. ഹരി അവളെ അല്പം കൂടി ഒന്നുകൂടി ചേർത്ത് നിർത്തി. അതറിഞ്ഞതുപോലെ അവൾ ഒന്ന് ചിരിച്ചു കാട്ടി. ഇത് മതി. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ആരെയും കാത്തു നിൽക്കാതെ അങ്ങനെ കടന്നുപോയി. ഇതിനിടയിൽ സംഭവങ്ങൾ ഒരുപാട് നടന്നു. നമ്മുടെ വേദയും വൈകയും ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് രണ്ടുപേരും കുഞ്ഞു പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ ടീച്ചർമാരായി കയറി. ഇപ്പോൾ വേദ തൻ്റെ കുഞ്ഞിൻ്റെ 28 ഉള്ള ഒരുക്കത്തിലാണ്. എന്നാൽ വൈകയാണെങ്കിലോ
8 മാസം പ്രഗ്നൻറ്റും. അല്പം സ്ലോ ആയിപ്പോയി നമ്മുടെ കിച്ചു, അത്രയേ ഉള്ളൂ. ഹരി അല്പം ഫാസ്റ്റുമായി. കൃഷ്ണ ഗർഭിണിയായിരുന്ന ടൈമിൽ തന്നെ കിച്ചു ഹരിയോട് പറഞ്ഞു, എൻ്റെ വേദ പ്രസവിക്കുന്ന ഒരു ആൺകുഞ്ഞാണെങ്കിൽ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞാണെങ്കിൽ നീ നിൻ്റെ മോനെ കൊണ്ട് എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കണം കേട്ടോ. ഹരിയോട് കിച്ചു പറഞ്ഞു. എന്നാൽ ഒരു പെങ്കൊച്ചാണെങ്കിലോ, നീ രണ്ടാമത് ഒരു ആൺകൊച്ചിന് വേണ്ടി ശ്രമിക്കണം. ഞാൻ അന്ന് രണ്ടാമതൊരു പെങ്കൊച്ചിന് വേണ്ടി ശ്രമിക്കും. അന്നേരം നമ്മൾ വിചാരിച്ചതുപോലെ ആഗ്രഹം നടക്കുമല്ലോ. കിച്ചു അവനോട് വലിയ അന്താരാഷ്ട്ര കാര്യങ്ങൾ എന്ന പോലെ അവനോട് സംസാരിച്ചു. ഈ കാര്യങ്ങളെല്ലാം കേട്ട് വേദയും വൈകിയും താടിക്ക് കൈയും കൊടുത്ത് കിച്ചുവിനെ തന്നെ നോക്കിയിരുന്നു. ആദ്യം ഈ ഉള്ളതിനെ ഒന്ന് റിലീസ് ചെയ്യട്ടെ, അതിന് ശേഷമല്ലേ ബാക്കി. ഇരുവരും തങ്ങളുടെ വയറിൽ നോക്കിക്കൊണ്ട് അവർ ഇരുവരും പറഞ്ഞു, അത് മതിയല്ലേ? മതി. വേദയും വൈകിയും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞു. 28 തിരക്കിനിടയിൽ തന്നെ കിച്ചു എത്തിയിരുന്നു. കിച്ചു വൈകിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ ഒരു ഓരം ചേർത്ത് കൊണ്ടുവന്ന് നിർത്തി. അവൻ അവളുടെ അടുത്ത് തന്നെ ഉണ്ട്. കിച്ചേട്ടാ, ഞാനിനിയിപ്പോൾ ദൂരെ മാറിയിരിക്കണം, അല്ലെങ്കിൽ നിൻ്റെ വയറ്റിൽ കുട്ടിപ്പിശാശ് വന്നിടം തൊട്ട് ഇങ്ങനെ തന്നെ. ദാണ്ട മനുഷ്യ, എൻ്റെ കൊച്ചിനെ വല്ലതും പറഞ്ഞാണ്ടല്ലോ. പിന്നെ നീ ഇതിനെ ഗർഭിണി ആയതിനു ശേഷം നീ എന്നെ ഒന്ന് അടുപ്പിച്ചിട്ടുണ്ടോ? എനിക്കൊന്ന് അടുത്ത് വന്നിരിക്കാൻ പറ്റുന്നുണ്ടോ? എന്തിന് നിന്നെയും കൂട്ടി എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിച്ചാൽ നടക്കുന്നുണ്ടോ? നിനക്ക് എല്ലാത്തിനും ഛർദിലും ഓക്കാനും. ലോകത്ത് ആദ്യമായി ഗർഭിണിയായ ആൾ നീയാണോ? അല്ലല്ലോ എൻ്റെ കിച്ചേട്ടൻ, ഞാനൊന്നും ചെയ്തതല്ലല്ലോ. പ്രഗ്നൻ്റ് ആയതിനു ശേഷം നിങ്ങളുടെ വിയർപ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിയർപ്പ് സ്മെല്ല് അങ്ങനെയുള്ളതൊന്നും എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടല്ലേ. എൻ്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കും പ്ലീസ്, അവൾ ദയനീയമായി അവനോട് പറഞ്ഞു. എൻ്റെ പൊന്നു വൈക, ഇതെല്ലാം എനിക്കറിയാം. ഞാൻ ചുമ്മാ നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചതല്ലേ. പിന്നെ എന്തെന്നർത്ഥത്തിൽ കിച്ചു വൈകിയെ ഒന്ന് നോക്കി. ഇപ്പോൾ വിളിച്ചത് വിളിച്ച്, ഇനി മേലെ എൻ്റെ കുഞ്ഞിന് കുട്ടിപ്പിശാചെന്ന് വല്ലതും നിങ്ങൾ വിളിച്ച ഇതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 1 കൊല്ലത്തേക്ക് ഞാൻ നോ എൻട്രി ബോർഡ് വെക്കും. എൻ്റെ പൊന്നു ഭാര്യ, അങ്ങനൊന്നും ചെയ്യരുത് പ്ലീസ്. അല്ലെങ്കിലേ നീ ഗർഭിണിയായതിനു ശേഷം നിന്നെ ഒന്ന് അറിഞ്ഞൊന്ന് സ്നേഹിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അതിൻ്റെ കൂടെ നീ ഇത് റിലീസായതിനു ശേഷം പിന്നെ 1 കൊല്ലവും കൂടെ എന്നെ പട്ടിണിയാക്കല്ലേ പ്ലീസ്. എൻ്റെ പൊന്നു മോളല്ലേ, നമ്മുടെ കുഞ്ഞാവെ ഞാൻ അങ്ങനെയൊക്കെ വിളിക്കുമോ? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ടല്ലേ. എനിക്ക് ആഗ്രഹമില്ലേ നിൻ്റെ വയറ്റിലൊന്ന് തലോടാനും നിന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരിക്കാനും ഒക്കെ. പക്ഷെ നിൻ്റെ ഈ ഓക്കാനവും എൻ്റെ സ്മെല്ല് പിടിക്കാത്തതൊക്കെ പറയുമ്പോൾ എന്താ എൻ്റെയോടൊപ്പം ഇങ്ങനെ കിടന്നിട്ട് തന്നെയല്ലേ നീ ഇപ്പോൾ ഇങ്ങനെ വയറും വീർപ്പിച്ചിരിക്കുന്നത്? അല്ലാതെ നീ വേറെ ഒന്നും അല്ലല്ലോ. അവൻ അല്പം അടക്കം പറയുന്നത് പോലെ അവളോടായി പറഞ്ഞു. അതൊക്കെ ശരിയാ, പക്ഷേ ഞാനെന്ത് ചെയ്യാനാ? വയറ്റിൽ കിടക്കുന്ന പുള്ളിക്ക് നിങ്ങളുടെ സ്മെല്ലൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാനാ? അവൾ അവനോട് കൈ മലർത്തിക്കൊണ്ട് സംസാരിച്ചു. നീ എന്താ ചെയ്യാനാന്ന് പറഞ്ഞിട്ട് കൈ മലർത്തി കാണിച്ചാൽ എന്തുവാടി? ഇതിനെല്ലാം ഞാൻ തെരുവടി നിന്നോട് പ്രതികാരം തീർക്കും. പ്രതികാരം അത് വീട്ടാനുള്ളതാണ്, അത് ചെയ്തിരിക്കും ഞാൻ. അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കും ഉണ്ട് പ്രതികാരം. നല്ല പരിചയമുള്ള സ്വരമല്ലോ. ഇതാരെന്നർത്ഥത്തിൽ അവർ ഇരുവരും തിരിഞ്ഞു നോക്കിയും പുറകിൽ നിൽക്കുന്ന ഭദ്രയെ കണ്ട്. എന്തിന് ഇവളെ ഈ അവസ്ഥയിൽ ഇരുത്തിയേക്കുന്നത്? നേരെ ചൊവ്വേ ആ കൊച്ചിന് സ്കൂളിൽ പോലും ഒന്ന് പോകാൻ വയ്യ. ഇതിനൊക്കെ കാരണം നീ ഒറ്റ. അന്നേരം അമ്മയ്ക്ക് അമ്മയുടെ പേരക്കുട്ടിയെ കാണണമെന്നൊന്നും ആഗ്രഹമില്ലേ? അവൻ അവളോട് ചോദിച്ചു. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ നേരവും കാലവും ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ ഇനി എങ്ങനെ? 4 കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്തില്ലേ, പിന്നെ ഇനിയും? എൻ്റെ പൊന്നു കിച്ചു, നിൻ്റെ വായിന്ന് ഇനി എനിക്കൊന്ന് കേൾക്കാൻ ത്രാണിയില്ല. നീ മതി, നിർത്ത്. 3 പേരുടെ സംസാരം കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ടൊന്ന് വന്നാൽ വലിയ ഉപകാരമായിരുന്നേനെ. ഹരിയും പത്മനാഭനും അവരുടെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞു. അമ്മായിയച്ഛനും മരുമോനും ഒന്നിച്ചായോ? അതേ. എന്തേ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? പത്മനാഭൻ അവനെ നോക്കി ഒന്ന് ചോദിച്ചു. എനിക്ക് ഒരു കുഴപ്പമില്ല. പണ്ട് എന്തായിരുന്നു? എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇവനെ കൊണ്ട് എൻ്റെ മോളെ കല്യാണം കഴിക്കില്ല. കിച്ചു പത്മനാഭനോടായി പറഞ്ഞു. അച്ഛാ, എനിക്കൊരു ഡൗട്ട്. എന്താന്നർത്ഥത്തിൽ പത്മനാഭൻ കിച്ചുവിനെ നോക്കി. അച്ഛൻ്റെ ആ കൊക്ക് ഇപ്പോൾ ജീവനോടുണ്ടോ അതോ ചത്തോ? പത്മനാഭൻ ഒന്ന് വിളിച്ചു. അല്ല, അച്ഛൻ പറഞ്ഞില്ലേ അന്ന് കൊക്കിന് ജീവനുണ്ടെങ്കിൽ കല്യാണം നടന്ന. കൊക്ക് ചത്ത് കഴിഞ്ഞപ്പോഴായിരിക്കും ഈ കല്യാണം നടന്നത്. അതുകൊണ്ടൊരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ.
അവരെല്ലാവരും ഒരേപോലെ തലയ്ക്ക്. നീ ഒരു ആർമി ഓഫീസർ തന്നെയല്ലേ? ആണ്. എന്താ ഡൗട്ടുണ്ടോ? എൻ്റെ യൂണിഫോം വീട്ടിലിരിപ്പോണ്ട് എടുത്ത് കാണിക്കാം. അവരെല്ലാവരും അവനെ നമിച്ചുകൊണ്ട്. ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. നീ ബാ. അവനെ ചേർത്ത് പിടിച്ച്. നിൻ്റെ തലയിൽ തേങ്ങ വല്ലതും വീണോ? ഹരി അവനോട് ചോദിച്ചു. ഇല്ല. വെള്ളയ്ക്ക? ഇല്ല. ഇനി വൈകി ശല്യം സഹിക്കാൻ വയ്യാതെ തലയ്ക്ക് വല്ലതും എടുത്തടിച്ചു? ഇല്ല. നീ ഇനി ഉരുണ്ട് താഴെ വല്ലതും വീണോ? ഇല്ല. ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? അല്ല ഇതൊന്നും അല്ല എങ്കിൽ പിന്നെ എന്താ നിനക്ക് പറ്റിയെന്നൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. കുറച്ച് ദിവസമായി നിൻ്റെ സംസാരമെല്ലാം ഒരു പൊരുത്തക്കേടുകൾ, എന്തൊക്കെയോ ഒരു മിസ്സിങ്, എവിടേക്കോ ഒരു നട്ട് ലൂസായതുപോലെ. ഹരി കിച്ചുവിനോടായി പറഞ്ഞു. നട്ടോ? എൻ്റെ പൊന്നെ, ഇനി അതും പിടിച്ചോണ്ട് നിൽക്കണ്ട. ഒന്നും ഞാൻ പറഞ്ഞില്ല. നീ ബാ. അത്രയും പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ വിളിച്ചുകൊണ്ട് ഹരി നേരെ വേദയുടെ അരികിലായി ചെന്നിരുന്നു. വേദ അപ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന പൊന്നോമനെ എടുത്ത് അരിയും പൂവും ഇട്ട് വെച്ചിരിക്കുന്ന താലത്തിൽ നിർത്തി. ഹരി തൻ്റെ കയ്യിലിരുന്ന അരഞ്ഞാണവും ചരടും ആ പൊന്നോമനയുടെ അരയിൽ കെട്ടി. അതിനുശേഷം അവളെ തൻ്റെ കയ്യിൽ എടുത്ത് ഒരു ചെവിയിൽ വെറ്റിലയും മറ്റേ ചെവിയിൽ തൻ്റെ ചുണ്ടുകളും ചേർത്ത് കുഞ്ഞിപ്പെണ്ണിന് പേര് വിളിച്ചു. എല്ലാവരും അവളുടെ പേര് കേൾക്കാനായി ആകാംക്ഷയോടെ അവനെ തന്നെ നോക്കി നിന്നു. എന്താ പേര്? ശ്രീവേദ. അവൻ എല്ലാവരോടുമായി പറഞ്ഞു. നല്ല പേര്. അപ്പം ശ്രീകുട്ടിയെന്ന് വിളിക്കാം അല്ലേ അളിയാ? കിച്ചു ഹരിയോടായി ചോദിച്ചു. നീ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഒരു കുഴപ്പവുമില്ല. എല്ലാവരും ഒന്ന് ചിരിച്ചു. അവരുടെ ജീവിതം അങ്ങനെ സന്തോഷത്തോടെ മുന്നേറുന്നു. അവരുടെ ജീവിതത്തിലേക്ക് ഇനി ഒരു പ്രശ്നങ്ങളും കടന്നു വരാതെ ഇരിക്കാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിക്കുന്നു ശ്രീവേദ. അല്പം പ്രോബ്ലംസ് കാണും, കാരണം എനിക്ക് പനി കൊണ്ട് മൂക്കെല്ലാം അടഞ്ഞിരിക്കുക, തുമ്മലാന്നേ ഭയങ്കരമായി. അതുകൊണ്ട് ഇത്തിരി പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ക്ഷമിച്ചേക്കണം.